ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മത്തി കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുമുളക് ഇട്ട മത്തിക്കറി. അതിനായി മാർക്കറ്റിൽ നിന്നും നല്ല കുറേ കുരുമുളക് വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 5 അല്ലി കുരുമുളക് എടുക്കാം നമുക്ക് ഈ കറിക്ക് വേണ്ടി. കാരണം 8 മത്തിയേ ഉള്ളൂ, അതുകൊണ്ട് 5 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് പൊടികളും കൂടെ ചേർക്കാം. ഇനി ഇത് ഓരോന്നായി എടുത്തിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഒരു 15 കുഞ്ഞുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചായച്ചത്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചായച്ചത്, ഒരു 4 പച്ചമുളക്. ഇനി അത് നമുക്ക് ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു തണ്ട് നമുക്ക് ആദ്യം ചേർക്കണം, ബാക്കി ലാസ്റ്റ് ചേർക്കാനാണ്. ചെറിയൊരു തക്കാളി അരിഞ്ഞത്, പിന്നെ പിഴുപുളി, നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ മത്തി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കല്ലുപ്പൊക്കെ ഇട്ട് 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിൽ പരിഞ്ഞലൊക്കെ ഉണ്ട്, ഇപ്പോൾ പരിഞ്ഞലിൻ്റെ സീസണാണ്, ഞാൻ അതങ്ങ് മാറ്റി. പിന്നെ വേണ്ടത് ഉലുവയുടെ പൊടി ലാസ്റ്റ് ചേർക്കാനായി. ഈ കറിയിൽ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ്, വെളിച്ചെണ്ണ, ലേശം കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയുണ്ട്, കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ കുരുമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് 5 തണ്ട് കുരുമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ഒരു ജാറെടുത്ത് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച പൊടി, ഉണക്ക കുരുമുളക്. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് പിന്നെ കറിയിൽ ചേർക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം, വെളിച്ചെണ്ണ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എല്ലാം നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ സമയം ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്രഷ് കൊണ്ട് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ മൂക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. അതൊന്ന് ഈ ഓയിലൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റാം. ഇതോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടെ.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വരട്ടെ. എല്ലാം കൂടെ ഒന്ന് വരട്ടെ. എല്ലാം ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. മത്തിക്കറിക്ക് കല്ലുപ്പാണ് നല്ലത്. ഇവിടെ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കല്ലുപ്പ് കിട്ടി. എല്ലാം ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വഴലട്ടെ. എല്ലാം ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകിൻ്റെ പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നതനുസരിച്ച് ജാറ് കഴുകിയ വെള്ളം കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യും. മീഡിയം ഫ്ലെയിം ആക്കണം. വെള്ളം ചാറ് നമുക്ക് പിഴിഞ്ഞത് ഒഴിക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു തിള വരുന്നവരെ അടച്ചു വയ്ക്കാം. അടപ്പം തുറന്ന് നോക്കാം. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ചേർക്കില്ല. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് കറിയൊന്ന് തുറന്ന് ഞാൻ ചുറ്റിച്ചു കൊടുത്തായിരുന്നു. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. കുറച്ചുകൂടെ വേവായിരുന്നു. എല്ലാം ഇങ്ങനെ വരഞ്ഞു കൊടുത്തത് കാരണം മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് കറിയിട്ടുണ്ട്. ഇനി കുറച്ച് ചാറ് വേണം. നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 2 കറിവേപ്പില, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, എല്ലാം കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യും. പച്ചക്കുരുമുളക് അരച്ച മത്തിക്കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും.
എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കും. ഇത് ചോറിൻ്റെയും കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുന്ന് കുറേ പറ്റും. പച്ചക്കറിമുളക് ചേർത്ത മത്തിക്കറി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.